ഹായ് 2022 ജൂൺ 29 നടന്ന ജെഇ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ പേപ്പർ ഷിഫ്റ്റ് 2 ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ എയിൽ ഓൾ ടുഗദർ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ലെറ്റ് us do it at a stretch. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ സ്മോൾ ടോയ് സ്റ്റാർട്ട്സ് മൂവിംഗ് ഫ്രം ദ പൊസിഷൻ ഓഫ് റെസ്റ്റ് അണ്ടർ എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ. If it travels a distance 10 meter in t second, the distance traveled by the toy in the next t second. നോക്കി, ഫസ്റ്റ് t സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് t സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ടോയ് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അതുകൊണ്ട് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് പറയുന്നതെന്ന് ചോദിച്ചാൽ, S1 is to S2 is equal to 1 is to 3 ആയിരിക്കും. ഓഡ് നമ്പറിന്റെ റേഷ്യോയിലായിരിക്കും സ്റ്റാർട്ടിംഗ് ഫ്രം 1. അപ്പൊ S2 ആണ് നമുക്ക് വേണ്ടത്. therefore let me write S2 divided by S1 is equal to 3 എന്ന് കിട്ടി. അപ്പൊ S2 is equal to 3S1 എന്ന് കിട്ടി. S1 10 എന്നുണ്ട്. അപ്പൊ 30 എന്ന ആൻസർ പെട്ടെന്ന് കിട്ടി. 30 മീറ്റർ ആണ് ആൻസർ. 30 മീറ്റർ. ഹിയർ ഈസ് ദ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ എ ഗോൾഡ് റിംഗ് ഓഫ് ഡയമീറ്റർ 6.230 centimeter can be heated so that it can be fitted on a wooden bangle of diameter 6.241 centimeter. Both the diameters have been measured at room temperature 27 degrees Celsius. Given coefficient of linear expansion of gold തന്നിട്ടുണ്ട്. നമുക്ക് ഈ റിംഗിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. പെരിമീറ്റർ P is equal to 2πr ആണ്. 2πr. അപ്പൊ ഡെൽറ്റ പി ബൈ പി എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ബൈ ആർ ആയിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസിന്റെ റേഷ്യോ ഡയമീറ്ററിന്റെ റേഷ്യോയിലായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാം. ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ഡി, വേർ ഡി ഇസ് ദ ഡയമീറ്റർ. ഇനി ഡെൽറ്റ ഡി ബൈ ഡി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡെൽറ്റ ഡി ബൈ ഡി ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ആണെന്ന് നമുക്കറിയാം. ഇതിൽ നിന്ന് ഡെൽറ്റ ടി നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ഫൈനൽ ടെമ്പറേച്ചറിലേക്ക് പോവാം. ഡെൽറ്റ ടി കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു ആൽഫ ചെയ്താൽ മതി. അപ്പൊ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡി എന്താണ്? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡി എന്താണ്? ഡെൽറ്റ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡയമീറ്ററിലെ വന്ന ചേഞ്ച്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുക്കണം അല്ലേ? ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം 0.011 ആണ്. ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 6.230. ഇനി ആൽഫയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 1.4 ഇൻറ്റു 10⁻⁻5 എന്നാണ്. അത് ഞാൻ മുകളിലോട്ട് എഴുതുമ്പോൾ 10⁵ എന്നായി. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയർലി അബൌട്ട്, എക്സാക്ട് അല്ല കേട്ടോ, നിയർലി അബൌട്ട് 126 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ 126 ഡിഗ്രി റേസ് ചെയ്യണം. അപ്പൊ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്? ടി ഡാഷ് എന്ന് എഴുതാൻ ഞാൻ ഫൈനൽ ടെമ്പറേച്ചറിന്. ടി ഡാഷ് എന്ന് പറയുന്നത് ടി ഇനീഷ്യൽ ടെമ്പറേച്ചർ പ്ലസ് ഡെൽറ്റ ടി ആണ്. ടി എത്രയായിരുന്നു? 27 പ്ലസ് 127 പ്ലസ് ലെറ്റ് മീ റൈറ്റ് 27 പ്ലസ് 126. അങ്ങനെ നമുക്ക് നിയർലി അബൌട്ട് 143 എന്ന് കിട്ടി. 143 ഡിഗ്രി സെൽഷ്യസ്. അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരു ആൻസർ എത്രയാന്ന് ചോദിച്ചാൽ 143 അല്ല, 153 ആണ് കിട്ടുന്നത് അല്ലേ? 153, നോട്ട് 43. ലെറ്റ് മീ റൈറ്റ് 153 എന്ന ആൻസർ കിട്ടി. അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ആൻസർ എത്രയാന്ന് ചോദിച്ചാൽ 152.7 ഡിഗ്രി. ഹിയർ ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, 2 point charges Q each are placed at a distance d apart. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെന്ന് പറയുന്നു. A third charge Q is placed at a distance x from the midpoint of the perpendicular bisector. The value of x at which charge Q will experience maximum Coulomb force. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 പോയിന്റ് ചാർജ് ഉണ്ട്, ക്യൂവും ക്യൂവും. വേറൊരു ചാർജ് സപ്പോസ് എക്സ് ഡിസ്റ്റൻസിൽ ഞാൻ വെക്കുകയാണെങ്കിൽ, സ്മോൾ ലെറ്റർ ക്യൂ വെക്കുകയാണെങ്കിൽ, ഏത് ഡിസ്റ്റൻസിലാണ്, ഏത് എക്സിലാണ് ഇവ തമ്മിലുള്ള ഫോഴ്സ്, ഈ ക്യൂവിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് മാക്സിമം ആകുന്നതെന്നാണ് ചോദ്യം.
ഓഫ് കോഴ്സ് ഇത് x0 ആണെങ്കിൽ ഇത് ഈ രണ്ട് ചാർജിന്റെ എക്സാക്ട് സെന്ററിലായിരിക്കും. അപ്പൊ ഫോഴ്സ് 0 ആയിരിക്കും. ഇത് ഇൻഫിനൈറ്റ് അകലെ ആയിരിക്കണം 0 ആയിരിക്കും. അപ്പൊ ഏതോ ഒരു പോയിന്റ് ഉണ്ട് സീറോ ഫോഴ്സിന്റെ ഇടയിൽ ഏതോ ഒരു പോയിന്റിൽ ഈ ഫോഴ്സ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ആ മാക്സിമം ഫോഴ്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓഫ് കോഴ്സ് ഇൻഡിവിജ്വൽ ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ സ്മോൾ ലെറ്റർ എഫ് എന്ന് എടുക്കുന്നു. ദിസ് ഈസ് സ്മോൾ ലെറ്റർ എഫ്. അതർ ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും എഫ് ആണ്. ഈ രണ്ട് എഫിന്റെയും ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ കമ്പോണന്റ് ക്യാൻസൽ ആവും. പിന്നെ ഈ പർട്ടിക്കുലർ കമ്പോണന്റ് ആഡ് ചെയ്യപ്പെടും അല്ലേ? ഈ ആംഗിൾ പർട്ടിക്കുലർ ആംഗിൾ തീറ്റ എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അങ്ങനെ ഈ ഫോഴ്സ് എത്ര വരുമെന്ന് ചോദിച്ചാൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 2F കോസ് തീറ്റ എന്ന് വന്നു. എഫ് കോസ് തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. ആ പർട്ടിക്കുലർ ആംഗിൾ തീറ്റയാണെങ്കിൽ റിമെമ്പർ ദിസ് ആംഗിൾ ഓൾസോ ഇസ് തീറ്റ. സി അപ്പം നെറ്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. നെറ്റ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2F കോസ് തീറ്റയാണ്. ഇനിയും എഫ് ഈസ് ഈക്വൽ ടു 2 അതുപോലെ തന്നെ എഴുതി. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? Q1 Q2. Q1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ Q, Q2 എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഈ ക്യാപിറ്റൽ ലെറ്റർ ക്യൂവും സ്മോൾ ലെറ്റർ ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അത് എത്രയാണ്? അത് എക്സ്. ഇത് d/2 ആണല്ലോ. ദിസ് ഇസ് d/2, ദിസ് ഇസ് d/2. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് d/2 സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ അതുപോലെ എഴുതി. d/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ d സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ്. ഇനി കോസ് തീറ്റയുടെ വാല്യൂ ഇവിടെ നോക്കി എഴുതണം. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് വിച്ച് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റയുടെ വാല്യൂ ഞാൻ എഴുതുകയാണ്. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4ന്റെ സ്ക്വയർ റൂട്ട് ആണ് ആ ഡിസ്റ്റൻസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എഫ് എഴുതാം. എഫ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. എത്രയാണ്? 2KQQ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 ടു ദ പവർ 3/2 എന്ന് വരും. എന്തുകൊണ്ടാ 3/2 വന്നേ? ഇവിടെ പവർ 1 ഉണ്ട്, ഇവിടെ ആക്ച്വലി പവർ ഹാഫ് ആണ്. 1 പ്ലസ് ഹാഫ് 1.5. ഇനി ഈ ഇക്വേഷൻ ഞാൻ അടുത്ത പേജിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ലെറ്റ് മീ ടേക്ക് ദിസ് ഇക്വേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ നെക്സ്റ്റ് പേജ്. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കിക്കേ. ഈ ഫോഴ്സ് മാക്സിമം ആവുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. വെൻ എഫ് ഈസ് മാക്സിമം, വെൻ എഫ് ഈസ് മാക്സിമം, ഫോഴ്സ് മാക്സിമം ആവുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് നിങ്ങൾക്കറിയാം. സോ dF ബൈ dx മസ്റ്റ് ബി 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള കോൺസ്റ്റന്റുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. 2KQQ ഇത്രയും മൈൻഡ് ചെയ്യേണ്ട. ബിക്കോസ് ദേ കനോട്ട് ബി 0. പിന്നെ ആ റീമെയിനിങ് പാർട്ടിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതിന്റെ അർത്ഥം d ബൈ dx ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 ഓൾ ടു ദ പവർ 3/2 ആണ് എന്താ വേണ്ടത്? 0 വേണ്ടത്. ഇവിടെ കോഷ്യന്റ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ് നോക്കി? എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 ടു ദ പവർ 3/2 ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1 മൈനസ് എക്സ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ദ ബോട്ടം. ഡെറിവേറ്റീവ് ഓഫ് ദ ബോട്ടം എത്രയാണ്? 3/2 എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 പവർ 3/2 നിന്ന് കുറച്ചാൽ 1/2 ആയി. പിന്നെ ഇന്നർ ഡെറിവേറ്റീവ് എടുക്കാൻ മറക്കരുത്. ഇന്നർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. ഇതെന്താവണം? 0 ആണ്. ഇവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ 4 ടു ദ പവർ 1/2 നമുക്ക് ഇതിൽ നിന്നും കളയാം. ഇവിടെ അപ്പൊ എന്താവും നോക്കിക്കേ. ലെറ്റ് us write what we are getting is x square plus d square by 4 മൈനസ് 2 2 വെട്ടിപ്പോയി. ഇത് ഓൾറെഡി പോയതാണ്. 3x സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പം നമുക്ക് കിട്ടുന്ന 2x സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് രണ്ട് സൈഡിലും എടുത്തിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ 2√2 എന്ന് കിട്ടി. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ 2√2 ഡിസ്റ്റൻസിൽ ഫോഴ്സ് മാക്സിമം ആയിരിക്കും.
this x must be equal to what? X must be equal to d divided by 2 root 2 ayal force between or force on this little cube will be maximum. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കി. ആൻസർ ഉണ്ടോ? ഹിയർ ഈസ് ദ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. നോക്കൂ, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എ ആൻഡ് മീഡിയം ബി ആർ 2 into 10 to 10 centimeter per second square, 1.5 into 10 to 10 centimeter per second square respectively. A ray of light enters from the medium B to A at an angle of incidence theta. If the ray suffers total internal reflection, then okay, B il ninnu, this is the medium B, this is the medium A. ഇതിൽ ഏതാണ് റെയറർ മീഡിയം? ഏതിലാണോ വലിയ സ്പീഡ് ഉള്ളത് അതാണ് റെയറർ. വെലോസിറ്റി വലുതാണെങ്കിൽ അത് എന്തായിരിക്കും? റെയറർ മീഡിയം ആയിരിക്കും. ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് C/V ആണ്. വി വലുതാണെങ്കിൽ സി കുറവായിരിക്കും, റെയറർ മീഡിയം ആയിരിക്കും. അപ്പൊ എ ആണ് റെയറർ മീഡിയവും ആൻഡ് ബി എന്താണ്? ഡെൻസർ മീഡിയവുമാണ്. അപ്പൊ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്ന ഈ ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ്. ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദിസ് പർട്ടിക്കുലർ ആംഗിൾ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. നോക്കൂ, തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ തീറ്റ സി. തീറ്റ സി ഇസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ സൈൻ തീറ്റ must be greater than sin theta c because sin function is an increasing function from 0 to 90. നമ്മുടെ ഡൊമൈൻ 0 to 90 ആണ്. അതുകൊണ്ട് സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ സി എന്ന് പറയുന്നത് സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ സൈൻ തീറ്റ സി തന്നെയാണ്. ഇനിയും therefore sin theta c theta is greater than sin theta c എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ divided by refractive index of denser. ഇനി എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സൈൻ തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഇൻ റെയറർ, വെലോസിറ്റി ഇൻ ഡെൻസർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ റെയറർ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു വെലോസിറ്റി ആണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പം വെലോസിറ്റി ഇൻ ഡെൻസർ എത്രയാന്ന് നോക്കി, സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഇൻ ഡെൻസർ 1.5 into 10 to the power 10 divided by velocity in rarer 2 into 10 to the power 10. അങ്ങനെ സൈൻ തീറ്റ must be greater than 3/4 എന്ന് വന്നു. ഇതിൽ നിന്ന് തീറ്റ must be greater than sin inverse 3/4 എന്ന് വന്നു. തീറ്റ must be greater than sin inverse 3/4. നമ്മുടെ ആൻസർ ഉണ്ട്, ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇൻ ദ ഫോളോയിങ് ന്യൂക്ലിയർ റിയാക്ഷൻ, ഇവിടെ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്ന D4 ആയി മാറുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ. മാസ് നമ്പർ ഓഫ് ഡി ഈസ് 182. Atomic number is 74. Mass number and atomic number of D4. Okay. ഇതിന്റെ സംഭവം ഡിയുടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ട് D4ന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ചോദിച്ചു. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ എഴുതാം. ഡി ടേൺസ് ടു ബി എന്തായി മാറുന്നു? D4 ആയി മാറുന്നു. ഡിയുടെ അറ്റോമിക് നമ്പർ ഉണ്ട്, മാസ് നമ്പർ ഉണ്ട്. അറ്റോമിക് നമ്പർ എത്രയാണ്? 74. മാസ് നമ്പർ എത്രയാണ്? 182. ഡിയുടെ ഉണ്ട്, D4ന്റെ ഇല്ല. D4ന്റെ അറിയില്ലാത്തതുകൊണ്ട് ഇസഡ് എ എന്ന് ഞാൻ കരുതി. പക്ഷേ ഡിയിൽ നിന്ന് ഏതൊക്കെ പാർട്ടിക്കിളാണ് പോയത്? ആൽഫ പാർട്ടിക്കിൾ എത്ര എണ്ണം പോയി നോക്കൂ. ഇയർ ആൽഫ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ആൽഫ 1, 2 ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ പ്ലസ് 2 ആൽഫ പാർട്ടിക്കിൾ. ആൽഫ എന്ന് പറഞ്ഞാൽ 24 ആണ്. 24 പ്ലസ് ബീറ്റ എത്ര എണ്ണം പോയി? ബീറ്റ മൈനസ് പാർട്ടിക്കിൾ ഒരെണ്ണം പോയി എന്ന് പറഞ്ഞാൽ ബീറ്റ -1, മാസ് നമ്പർ 0 ആണ്. പ്ലസ് ഗാമ റേസ് എത്ര എണ്ണം പോയി? ഒരെണ്ണം. ഗാമയ്ക്ക് ചാർജും ഇല്ല, മാസും ഇല്ല. ഇനി ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക, ടോപ്പ് ബാലൻസ് ചെയ്യുക. ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ബാലൻസ് ചെയ്യണം. 0 0 ബാലൻസ് ചെയ്താൽ നമുക്ക് എ കിട്ടും. ഓക്കെ, ലെറ്റ് us ബാലൻസ്. 182 എന്ന് പറയുന്നത് എ പ്ലസ് 2 4s are 8 പ്ലസ് 0
പ്ലസ് 0. അങ്ങനെ നമുക്ക് എ കിട്ടിക്കഴിഞ്ഞു. എ ഈസ് ഈക്വൽ ടു 182 മൈനസ് 8. 182 വെയിറ്റ് 182 മൈനസ് 8 എന്ന് വന്നു. അങ്ങനെ നമുക്ക് 174 എന്ന് വന്നു. 174 എ കിട്ടി. ഇനി ബോട്ടം ബാലൻസ് ചെയ്യുക. ബോട്ടം എന്ന് പറഞ്ഞാൽ ദിസ് പർട്ടിക്കുലർ പാർട്ട്. ലെറ്റ് മീ കളർ ഇറ്റ്. ദിസ് പർട്ടിക്കുലർ പാർട്ട് 74. Look here, 74 Z2 minus 1 0. അത് ബാലൻസ് ചെയ്യാം നമുക്ക്. Let us do 74 equal to Z plus 2 2s are 4. 1 minus 1 is minus 1 plus 0. ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് കിട്ടിയില്ല നമുക്ക്. 71 എന്ന് കിട്ടി അല്ലേ. Z is equal to 71. അങ്ങനെ നമ്മുടെ ആൻസറിലെത്തി. നമ്മൾ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ നോക്കൂ. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് അസോസിയേറ്റഡ് വിത്ത് എ ലൈറ്റ് വേവ് ഈസ് ഗിവൺ ബൈ. ലൈറ്റ് വേവിന്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇത് രണ്ട് വേവിന്റെ സൂപ്പർ പൊസിഷൻ ആണ്. കണ്ടോ, രണ്ട് സൈൻ വേവുകളുടെ സൂപ്പർ പൊസിഷൻ ആണ്. രണ്ടിന്റെ ഫ്രീക്വൻസി നോക്ക്. ഫ്രീക്വൻസികൾ ഡിഫറൻറ്റ് ഉണ്ട്. ഒരെണ്ണം 6 × 10⁻15 ആണ് ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി. രണ്ടാമത്തെ 9 × 10⁻15 ആണ് ആംഗുലാർ ഫ്രീക്വൻസി. If this light falls on a metal surface having a work function of 2.50 electron volt, the maximum kinetic energy of the photon emitted is equal to. Maximum kinetic energy corresponds to maximum frequency of radiation. അപ്പോൾ maximum frequency ഉള്ള റേഡിയേഷൻ ഇതിലെ ഇതാണ്. ആംഗുലാർ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ സെക്കൻഡ് പാർട്ടാണ് ഇത്. ഇതെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പം ആദ്യമേ തന്നെ നമുക്ക് എനർജി ഓഫ് ദ ഫോട്ടോൺ കണ്ടുപിടിക്കാം. എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്നത് ഒമേഗ ഡിവൈഡ് ബൈ 2π ആണ്. കാരണം ഒമേഗ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഈസ് ഈക്വൽ ടു എച്ചിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ എഴുതണം? നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡിൽ എഴുതാം. എന്ന് പറഞ്ഞാൽ 4.14 ഇൻറ്റു 10 to the power 15, 10 to the power minus 15 എച്ചിന്റെ വാല്യൂ എഴുതി, ഇൻറ്റു ഒമേഗയുടെ വാല്യൂ എഴുതാം. ഒമേഗ 9 ഇൻറ്റു, ലെറ്റ് മീ റൈറ്റ്, അവിടെ സ്പേസ് ഇല്ല, ഞാൻ കുറച്ച് താത്തി എഴുതാൻ പോവുകയാണ്. എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു എച്ചിന്റെ വാല്യൂ 4.14 ഇൻറ്റു 10 to the power minus 15. ഒമേഗ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് 9 ഇൻറ്റു 10 to the power 15 ഡിവൈഡഡ് ബൈ 2π യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. 2π ഈസ് നിയർലി 6.28. ഇത്ര ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും ആൻസർ. ഇലക്ട്രോൺ വോൾട്ട്. ഇത് ഏകദേശം 15 മൈനസ് 15 പോവുകയാണെങ്കിൽ നമുക്ക് 9×4 ഡിവൈഡഡ് ബൈ ഏകദേശം 6, 36/6. അപ്പൊ ഏകദേശം നിയർലി അബൌട്ട് 6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. എക്സാക്റ്റ് അല്ല കേട്ടോ, നിയർലി അബൌട്ട് 6 ഇലക്ട്രോൺ വോൾട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കെ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കെ മാക്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോണിന്റെ എനർജിയിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ കുറയ്ക്കണം. കെ മാക്സ് ഈസ് ഈക്വൽ ടു ഫോട്ടോണിന്റെ എനർജി നമുക്ക് 6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. വർക്ക് ഫംഗ്ഷൻ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 2.5. അങ്ങനെ നിയർലി അബൌട്ട് 3.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് ആൻസർ കിട്ടും. നിയർലി അബൌട്ട് 3.5. അപ്പം maybe the right option will be D. Okay. അടുത്തതിലേക്ക് പോവുകയാണ് ഞാൻ. A capacitor is charged through a resistor R. Consider in time t1 the energy stored in the capacitor reduces to half of its initial value, and in time t2 the charge stored reduces to 1/8 of its initial value. The ratio of t1 by t2 will be. ആദ്യമേ പറയുന്നു കപ്പാസിറ്ററിലെ ചാർജ് അല്ല എനർജി അതിന്റെ ടോട്ടൽ എനർജിയുടെ പകുതിയാണെന്ന്. അപ്പൊ Q1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2C, Q1 ആ ചാർജ് എന്ന് വിചാരിക്കാം, ഈസ് ഈക്വൽ ടു Q0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2C യുടെ പകുതി, ഹാഫ് ഓഫ് Q0 സ്ക്വയർ ഡിവൈഡ് ബൈ 2C. ഇതിൽ നിന്ന് നമുക്ക് Q1 കിട്ടി. Q1 ഈസ് ഈക്വൽ ടു Q0 ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടി. ഇനി Q2 എന്താണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. Q2 എന്ന് പറഞ്ഞാൽ T2 ടൈമിലെ ചാർജ്. T2 ടൈമിലെ ചാർജ് എത്രയാണ്?
ടോട്ടൽ ചാർജിന്റെ 1/8 ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ടോട്ടൽ ചാർജ് Q0 ആണ്, Q0/8. ഇനി ഡിസ്ചാർജിങ്ങിന്റെ ടൈമിൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? Q is equal to Q0 e to the power minus t by tau. ടൗ എന്ന് പറഞ്ഞാൽ RC ആണ്. RC അറിയില്ലെങ്കിൽ ഞാനിവിടെ എഴുതാം. ടൗ is equal to RC which is called കപ്പാസിറ്റീവ് ടൈം കോൺസ്റ്റന്റ്. ടൗ is RC. ഇവിടെ ടൗ ഇമ്പോർട്ടന്റ് അല്ല, കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊക്കെ പോകും. അതുകൊണ്ട് let us forget about that. ഇനി Q1 എന്ന് പറയുന്നത് എത്രയാണ്? Q0 by അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ എഴുതാം. Q1 എന്ന് പറയുന്നത് Q0 ഡിവൈഡഡ് ബൈ √2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു e to the power മൈനസ് T1 by tau. അതുപോലെ Q2 എന്ന് പറയുന്നത് നമുക്കറിയാം Q0 ഡിവൈഡഡ് ബൈ 8 ആണ്. ദാറ്റ് ഈസ് Q0 e to the power മൈനസ് T2 ഡിവൈഡ് ബൈ tau. ഇനിയും നമുക്ക് Q0/8, Q0 എല്ലായിടത്തും വെട്ടിക്കളയാം. ഇതാ Q0 വെട്ടിക്കളയാം. 1/8നെ 1/√2 to the power 6 എന്ന് എഴുതാം. ലുക്ക് ഹിയർ, 1/8. നമുക്ക് സെക്കൻഡ് ഇക്വേഷനെ, ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് മീ റൈറ്റ് ഹിയർ. ലാസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ നോക്കിയേ. 1/8നെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ √2 to the power 6 is equal to e to the power minus T2 divided by tau എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1 ഡിവൈഡ് ബൈ √2 എന്ന് പറയുന്നത് e to the power minus T1 by tau ആണ് നമുക്കറിയാം. Therefore, let us write e to the power minus T1 by tau all to the power 6 is equal to e to the power minus T2 divided by tau. ഇനി നമുക്ക് ഇവയുടെ പവർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6T1 ഈക്വൽ ടു T2 എന്ന് വന്നു. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് വേണ്ടത്? T1/T2 ആണ്. T1/T2 ഈസ് ഈക്വൽ ടു 1/6 എന്ന ആൻസർ. T1/T2 ഈസ് ഈക്വൽ ടു 1/6. ഹിയർ ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ നോക്കൂ. Starting with the same initial condition, an ideal gas expands from V1 to V2 in 3 different ways. ഏതൊക്കെയാണത്? The work done by the gas is W1 in the process purely isothermal. W1 എന്ന് പറയുന്നത് എന്താണ്? ഐസോതെർമലിലെ വർക്ക് ഡൺ ആണെന്ന് പറയുന്നു. WT process is purely adiabatic. W2 എന്ന് പറയുന്നത് work done in adiabatic ആണ്. Adiabatic പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ്. ഇനിയും പ്രോസസ് is purely adiabatic. W3 is the process is purely isobaric. W3 എന്ന് പറയുന്നത് ഐസോബറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ്. നിങ്ങൾക്കറിയാം ഐസോബറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ അല്ലെങ്കിൽ ഐസോബറിക് പ്രോസസ്സിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഐസോബാർ, പ്രഷർ ഡസന്റ് ചേഞ്ച് ഫ്രം V1 to V2. പിന്നെ ഐസോതെർമൽ ഒരു റെക്ടാംഗുലർ ഹൈപ്പർബോളയാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ അഡിയബാറ്റിക്കിന്റെ PV ഡയഗ്രാം അതിനെ കഴിഞ്ഞു ഐസോതെർമലിനെ കഴിഞ്ഞു സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് അറിയാം. ഇതിന്റെ അടിയിലുള്ള ഏരിയയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഏത് കർവിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത്? ഫസ്റ്റ് ഐസോബറിക്കിന്റെ അല്ലേ? ഇത് W3, പിന്നെ W1, W2. ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത് ഐസോബറിക് പ്രോസസ്സിന്റെയാണ്. ഐസോബറിക് പ്രോസസ്സിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യപ്പെടുന്നത്. ഏറ്റവും കുറവ് വർക്ക് ചെയ്യപ്പെടുന്നത് അഡിയബാറ്റിക് പ്രോസസ്സിലാണ്. അപ്പൊ W2 ആണ് ഏറ്റവും കുറവ്. ലെസ് ദാൻ W1 ലെസ് ദാൻ W3. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി. W2 ലെസ് ദാൻ W1 ലെസ് ദാൻ W3. ഹിയർ ഈസ് ദ ആൻസർ. ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാൻ നോക്കൂ. 2 long current carrying conductors are placed parallel to each other at a distance 8 cm between them. Magnitude of magnetic field produced at midpoint between the two conductors due to current flowing in them is 300 microtesla. The equal current flowing in the two conductors. രണ്ടിലും സെയിം കറണ്ട് ആണെന്നാണ് പറഞ്ഞത്. ഈ കണ്ടക്ടറിൽ I കറണ്ട് ആണെങ്കിൽ
The second conductor Y current ആയിരിക്കും, but it must be in reverse direction. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പ്രശ്നം എന്താ? സെൻട്രൽ ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. കാരണം ഈ പർട്ടിക്കുലർ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനും രണ്ടാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന പ്ലെയിന് ഔട്ട് ഓഫ് ദ പ്ലെയിനും ആയിരിക്കും. ഒരേ പാരലൽ കണ്ടക്ടർ ആണെങ്കിൽ, ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ. അപ്പോൾ ഫീൽഡ് 0 ആയി പോകും. അതുകൊണ്ട് കറന്റ് മസ്റ്റ് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫീൽഡും എങ്ങനെയാണ്? ഇൻ ടു ദ ബോർഡ് ആയിരിക്കും. ഇത് ഇൻ ടു ദ രണ്ടും ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. ദെർഫോർ നെറ്റ് ഫീൽഡ് നോൺ സീറോ ആയിരിക്കും. ദെർഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു രണ്ട് കണ്ടക്ടർ ഉണ്ടാക്കുന്നുണ്ട് 2 μ0 I ഡിവൈഡഡ് ബൈ 2 pi r where r is the half distance. r എന്ന് പറയുന്നത് 4 ആണ്. 4 കണ്ടക്ടറിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 4. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ബി ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 300 മൈക്രോ ടെസ്ലാണ്. 300 മൈക്രോ 10⁻⁻6 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു μ0യുടെ വാല്യൂ നമുക്കറിയാം 4 pi ഇൻറ്റു 10⁻⁻7. കറണ്ട് നമുക്കറിയില്ല, ഐ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 2 pi. r എന്നുള്ളത് 4 ഇൻറ്റു 10⁻⁻2 എന്ന് എഴുതാം, കാരണം ഇത് സെന്റിമീറ്ററിലാണ്. ഇതെല്ലാം നമുക്ക് വെട്ടിക്കളയാം. 2 pi 4 pi ഇതാ 4 4 2 pi എല്ലാം വെട്ടിപ്പോയി. ഇവിടെ 10⁻⁻5. അപ്പോൾ നമുക്കിവിടെ I is equal to what you will get 30 ആംപിയർ എന്ന് കിട്ടി. 30 ആംപിയർ. സിമ്പിൾ കാൽക്കുലേഷൻ, ഇറ്റ് ഇസ് 30 ആംപിയർ എന്ന് കിട്ടി. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ കറണ്ട് സെയിം ഡയറക്ഷൻ ആവാൻ പാടില്ല. സെയിം ഡയറക്ഷനിലാണ് നെറ്റ് ഫീൽഡ്, സെൻട്രൽ 0 ആവും. ദ കറണ്ട് മസ്റ്റ് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ 30 ആംപിയർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ബി ഇസ് ദ റൈറ്റ് ആൻസർ. 10th ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കൂ. The time period of a satellite revolving around Earth in a given orbit is 7 hours. If the radius of the orbit is increased 3 times its previous value, then the approximate new time period. നമ്മൾ കെപ്ലേസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടി ഡാഷ് ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ടു ദ പവർ 3/2. ടി ഡാഷ് നമുക്കറിയില്ല, ടി നമുക്കറിയാം 7 hours. ആർ ഡാഷ് 3r ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഡിവൈഡ് ബൈ ആർ ഇൻ ടു 3/2. ഇത് അപ്പൊ ടി ഡാഷ് ഈസ് ഈക്വൽ ടു 3 to the 3/2 എന്ന് പറഞ്ഞാൽ √3 × √3 × √3 എന്ന് പറഞ്ഞാൽ 3√3. ടി അങ്ങോട്ട് പോകുമ്പോൾ 7. അങ്ങനെ ടി ഡാഷ് ഈസ് ഈക്വൽ ടു 21 × √3. √3യുടെ വാല്യൂ നിങ്ങൾക്കറിയാം. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിയർലി അബൌട്ട്, നോട്ട് എക്സാക്ട്, you will get nearly about 36 hours എന്ന് കിട്ടും. 36 hours. Therefore, the right option is B. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 11th question. The TV transmission tower at a particular station has height 125 meter. For doubling the coverage of its range, the height of the antenna must be increased by. എത്രമാത്രം ഇൻക്രീസ് ചെയ്യണം? ഇപ്പോൾ 125 ആണ്. അപ്പോൾ ഫൈനൽ ഹൈറ്റ് കണ്ടിട്ട് 125 നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്കറിയാം റേഞ്ച് ഡി ഈസ് ഈക്വൽ ടു √2r ഇൻറ്റു എച്ച് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു √h ആണ്. √h. അപ്പം ഡി ഡാഷ് ഡിവൈഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു √h ഡാഷ് ഡിവൈഡ് ബൈ എച്ച്. നമുക്ക് എച്ച് ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ. അപ്പോൾ നമുക്ക് ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ആക്കണമെന്ന് പറഞ്ഞാൽ 2d ഡിവൈഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു √h ഡാഷ് ഡിവൈഡ് ബൈ 125. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. നമുക്ക് സ്ക്വയർ ചെയ്താൽ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു 4 × 125 എന്ന് വന്നു. അങ്ങനെ 500 എന്ന് വന്നു. പക്ഷേ 500 അല്ല ആൻസർ, കാരണം നമുക്ക് എത്രമാത്രം ഇൻക്രീസ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എച്ച് ഡാഷ് മൈനസ് എച്ച് ആണ്. എച്ച് ഡാഷ് 500 ആണ്. എച്ച് എന്ന് പറയുന്നത് 125 ആണ്. 125. അപ്പൊ 375 മീറ്റർ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണം. 375. സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ നമുക്ക് നോക്കൂ. ദ മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എക്സിക്യൂട്ടിംഗ് SHM ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. ഇതാ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടേ? ലെങ്ത് ഓഫ് ദ പെൻഡുലം എത്ര? ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ആ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംഗുലാർ ഫ്രീക്വൻസി കിട്ടും.
ആംഗുലാർ ഫ്രീക്വൻസിയിൽ നിന്ന് ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ ആംഗുലാർ ഫ്രീക്വൻസി ഡയറക്ട്ലി നമുക്ക് പൈ എന്ന് കിട്ടി. ഇനി ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ഡിവൈഡഡ് ബൈ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. എന്ന് പറഞ്ഞാൽ 2π by π which is equal to 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെക്കൻഡ് പെൻഡുലം. ഇനിയും കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് ഏകദേശം 1 മീറ്റർ ആണ് ഇല്ലേ? therefore 99.4 സെന്റിമീറ്റർ. ഇറ്റ്സ് എ സെക്കൻഡ് പെൻഡുലം. ഇതിന്റെ മീനിങ് ഇറ്റ് ഈസ് എ സെക്കൻഡ് പെൻഡുലം. സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഇത് ചെയ്യുക t is equal to 2π റൂട്ട് L by G. നമുക്കിവിടെ ടി തന്നിട്ടുണ്ട്. നോക്കൂ, ടി കിട്ടി നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം നിയർലി അബൌട്ട് 1 മീറ്റർ എന്ന് കിട്ടും. 99.4 സെന്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ വെസൽ കണ്ടെയ്ൻസ് 16 gram of hydrogen and 128 gram of oxygen at standard temperature and pressure. The volume of the vessel in centimeter cube വേണം. നമുക്കിതിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് N1 എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ്. അത് 16 ഡിവൈഡഡ് ബൈ 2 ഇല്ലേ? 8 മോൾ ഉണ്ട്. N2 എന്ന് പറയുന്നത് ഓക്സിജന്റെ ആണ്. 128 ഓക്സിജന്റെ 32 അല്ലേ? 32. അങ്ങനെ നമുക്ക് 4. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ 12 ആണുള്ളത് അല്ലേ? 1 മോളിന് എത്ര വേണം? 1 mol occupies a volume of 22.4 liters. അപ്പൊ നമ്മുടെ 8 മോൾ ഉണ്ട്. 8 മോൾ 8 അല്ല 12 മോൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. വി ഹാവ് 12 മോൾസ്. 12 മോൾസിന് എത്ര വേണ്ടി വരും? 22.4 into 12 ലിറ്റേഴ്സ് വേണ്ടി വരും. അതിനെ നമുക്ക് വോളിയമാണ്. വി ആർ ഫൈൻഡിങ് വോളിയം ഈസ് ഈക്വൽ ടു നമുക്ക് ഏകദേശം ഇനി സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റുകയാണെങ്കിൽ 22.4 into 12 into 10 to the power 3 സെന്റിമീറ്റർ ക്യൂബ്. കാരണം ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബാണ്. 1000 സെന്റിമീറ്റർ ക്യൂബാണ് ഒരു ലിറ്റർ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 27 into 10 to the power 4 സെന്റിമീറ്റർ ക്യൂബ് എന്ന ആൻസർ കിട്ടും. Here is the answer, 27 into 10 to the 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Given below are 2 statements. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. Let us read it. Statement 1. The electric force changes the speed of the particle and hence changes the kinetic energy, whereas the magnetic force does not change the kinetic energy of the charged particle. ഇത് കറക്റ്റ് ആണ്. കാരണം ഇലക്ട്രിക് ഫോഴ്സ് does work on the particle. Okay. Magnetic force doesn't do any work. Kinetic energy doesn't change. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. The electric force accelerate പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ. അല്ല, ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ചാർജ്ഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഇറ്റ് ആക്ട്സ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് F is equal to QE എന്ന് പഠിച്ചിട്ടുണ്ട്. ഈയുടെ അതേ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനിയും ദ മാഗ്നറ്റിക്, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദെയർഫോർ ഇറ്റ് ഈസ് റോങ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ബാക്കിയോടെ നമുക്ക് വായിച്ചു നോക്കാം. ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്സലറേറ്റ് ദ മൂവിംഗ് പാർട്ടിക്കിൾ എലോങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നോ, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട്സ് കൂളംസ് നമ്മൾ പറയാറുണ്ടല്ലോ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട്സ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. Therefore, the acceleration is perpendicular to velocity. Therefore, statement 1 is correct and statement 2 is wrong. അങ്ങനെ ഉണ്ടോ നോക്കുക. Statement 1 is correct, but statement 2 is incorrect. C is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. A block of mass 40 kg slide over a surface when a mass 4 kg is suspended through an inextensible mass string passing over a frictionless pulley as shown below. The coefficient of kinetic friction between the surface and block is 0.02 acceleration of the block. ഈ സിസ്റ്റം ഇത് ഇൻഎക്സ്റ്റൻസിബിൾ ബ്ലോക്ക് ആണ്, സ്ട്രിങ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ 2 ബ്ലോക്കിനും ഒരേ ആക്സലറേഷൻ ആയിരിക്കണം. ഇതിന്റെ ആക്സലറേഷനും സെയിം ആയിരിക്കണം, ഇൻഎക്സ്റ്റൻസിബിൾ ആയതുകൊണ്ട്. ഇനി മോഷന്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് നിങ്ങൾ എടുക്കുക. ഓക്കെ, മോഷന്റെ ഡയറക്ഷൻ ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ ഡയറക്ഷനാണ്.
ഈ റെഡിൽ വരച്ചിട്ടുള്ളത്. ഈ ഡയറക്ഷനുള്ള ഫോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. മോഷന്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇത് 4G mg എന്ന് പറയുന്നത് 4G. രണ്ടാമത്തെ ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, ഓപ്പോസിറ്റ് ടു ദ മോഷൻ ആണ്. റിലേറ്റീവ് മോഷൻ ഓപ്പോസിറ്റ് ആണ്. അതെങ്ങനെയായിരിക്കും? മ്യൂ ഇൻറ്റു 40G. മ്യൂ എം ജി എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു 40G. ഇനി വേറെയും ഫോഴ്സ് ഉണ്ട്, ടെൻഷൻ ഇല്ലേ? അതുകൂടെ ഞാൻ കാണിക്കാം. ദർ ഇസ് എ ടെൻഷൻ ആക്ടിങ് ഓൺ ദിസ് പാർട്ടിക്കിൾ ലൈക്ക് ദാറ്റ് ആൻഡ് ടെൻഷൻ ഈസ് ആക്ടിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ നമ്മൾ സം അപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഈ ടെൻഷനും ക്യാൻസൽ ആയി പോകും. ബിക്കോസ് വാട്ട് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഇൻ നേച്ചർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ഇന്റേണൽ ഫോഴ്സ് ആണ്. ഇറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കിയുള്ള ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം എ, എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ. ലുക്ക്, എഫ് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സലറേഷൻ. എം എ എന്നോട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പൊ നെറ്റ് ഫോഴ്സ് എത്രയാണ്? 4G മൈനസ് മ്യൂ ഇൻറ്റു 40G. മ്യൂ ഇൻറ്റു 40G ഈസ് ഈക്വൽ ടു, അവിടെ പ്ലേസ് ഇല്ല, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി എഴുതുകയാണ്. 4G മൈനസ് മ്യൂ ഇൻറ്റു 40G ഈസ് ഈക്വൽ ടു എം എ. എം എന്ന് പറയുന്ന ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം എടുക്കണം. അപ്പോൾ 40 + 4 44A. എ ആണ് നമുക്ക് വേണ്ടത്. 4G എന്ന് പറഞ്ഞാൽ ഇത് 40 ആയി, മൈനസ് മ്യൂ 0.02 ആണ്, 40 ഇൻറ്റു G. അപ്പൊ ഇത് 8 വരും അല്ലേ? 8 ഈസ് ഈക്വൽ ടു 44A. A ഈസ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 44. 32 ഡിവൈഡ് ബൈ 44 എന്ന് പറയുന്നത് 8/11 ആണ്. Therefore, our answer is 8/11 meter per second square. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In a given figure, the block of mass m is dropped from a point A. The expression for kinetic energy of the block when reaches the point B. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ് ഗ്രൗണ്ട് ലെവലായിട്ട് എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എന്തെന്നെടുക്കുന്നു? പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുക്കുന്നു. ചെയ്യാൻ എളുപ്പത്തിനാണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഡെൽറ്റ കെ പ്ലസ് delta u must be equal to 0 because the only force acting on the particle is gravitational force. It is a conservative force, therefore total energy, mechanical energy must be conserved. Therefore change in kinetic plus change in potential must be 0. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇതിന്റെ കൈനറ്റിക്, ഇനീഷ്യലി കൈനറ്റിക് എനർജി ഇല്ലായിരുന്നു. ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി കെ ആണെങ്കിൽ ഡെൽറ്റ കെ എന്ന് പറയുന്നത് k - 0 എന്ന് എഴുതാം. ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 മൈനസ് ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. അത് ഗ്രൗണ്ട് ലെവലായിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ 0 മൈനസ് പിന്നെ mgh എന്നുള്ളത് y0 ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ k മസ്റ്റ് ബി ഈക്വൽ ടു mgy0. അല്ലെങ്കിൽ തന്നെ അറിയാം നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, k is equal to mgy0. ഹിയർ ഇസ് ദ ആൻസർ. ഇനി 17th ക്വസ്റ്റ്യനിലേക്ക് കിടക്കൂ. നിങ്ങൾ നോക്കൂ. A block of mass m placed inside a box descend vertically with an acceleration a. The block exerts force equal to 1/4 of its weight on the floor of the box. The value of a. Okay. എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് നമുക്കറിയാമല്ലോ. നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു mg - a ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആക്സിലേറ്റിംഗ് ഡൗൺ. ഓക്കെ, ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വെയിറ്റിന്റെ 1/4 ആണെന്നാണ് പറയുന്നത്. ആക്ച്വൽ വെയിറ്റ് mg ആണ്. അപ്പൊ mg/4 ആണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട്. mg ഇവിടെ ഞാൻ കോമൺ ഔട്ട് ചെയ്യുക. mg 1 - a/g. mg വെട്ടിക്കളഞ്ഞിട്ട് a/gക്ക് എങ്ങനെ എഴുതാം? 1 - 1/4 ദാറ്റ് ഈസ് 3/4. ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് a എഴുതാമല്ലോ. ആക്സലറേഷൻ, ഡൗൺവേർഡ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 3g / 4 എന്ന് എഴുതാം. 3g / 4. ഹിയർ ഈസ് ദ ആൻസർ. ഇനി 18th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ നോക്കൂ. ഇഫ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് xyz in space is given by V is equal to 3x² volt. The electric field at the point 103. ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് വേണം. നോക്കൂ, പൊട്ടൻഷ്യൽ നിങ്ങൾ നോക്കൂ. പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ. എക്സ് മാത്രമാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് എക്സ് കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ. അപ്പൊ ഇ എക്സ് വേണമെങ്കിൽ മൈനസ് ∂V/∂x എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്.
gives you x component of electric field. Therefore, minus 3x കൊണ്ട് ഡെറിവേറ്റീവ് 6x. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ നിങ്ങൾ എങ്ങനെ എഴുതും? ഇലക്ട്രിക് ഫീൽഡിന് എക്സ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ EXI എന്ന് എഴുതണം. എക്സ് കമ്പോണന്റ് മാത്രമേ ഉള്ളതുകൊണ്ട്. EX എന്ന് പറഞ്ഞാൽ മൈനസ് 6x ആണ്. അപ്പൊ മൈനസ് 6x ആയി. ദിസ് ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പോയിന്റിലാണ് വേണ്ടത്? 1, 0, 3. അപ്പൊ എക്സിന് 1 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക, ഇസെറ്റിന് 3 കൊടുക്കുക. പക്ഷെ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എക്സ് വാല്യൂ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ദെർഫോർ ഇലക്ട്രിക് ഫീൽഡ് ഈ അറ്റ് 1, 0, 3 എന്ന് പറയുന്നത് മൈനസ് 6I ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 6 ആണ്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് I. 6 വോൾട്ട് പെർ മീറ്റർ ഡയറക്റ്റഡ് അലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 9th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ കോമ്പിനേഷൻ ഓഫ് ടു ഐഡന്റിക്കൽ സെൽ വെദർ കണക്റ്റഡ് ഇൻ സീരീസ് ഓർ പാരലൽ കോമ്പിനേഷൻ പ്രൊവൈഡ്സ് സെയിം കറന്റ് ത്രൂ ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 2 ohm. The value of internal resistance of each cell is. രണ്ട് സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, അപ്പോഴുള്ള കറണ്ടും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള കറണ്ടും സെയിം ആണ് ത്രൂ ദ എക്സ്റ്റേണൽ റെസിസ്റ്റർ. ഓക്കെ, എന്നാൽ അവയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, വി ആർ ഗിവൺ current in series combination and current in parallel combination are equal. Current in series combination എന്ന് പറഞ്ഞാൽ EMF, ഓക്കെ, ടോട്ടൽ രണ്ട് സെല്ലുകളുണ്ട് 2E ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R പ്ലസ് 2R. R എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റർ, അത് ഇവിടെ തന്നിട്ടുണ്ട്, ലാസ്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. R പ്ലസ് 2R ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇനി രണ്ട് സെല്ലുകൾ ഐഡന്റിക്കൽ സെല്ലുകൾ പാരലാകുമ്പോൾ ഇഫക്റ്റീവ് ഇന്റേണൽ ഇഫക്റ്റീവ് EMF എന്ന് പറയുന്നത് E തന്നെയാണ്. E ഡിവൈഡഡ് ബൈ R പ്ലസ് ഈ രണ്ട് സെല്ലും പാരലൽ ആയതുകൊണ്ട് റെസിസ്റ്റേഴ്സും പാരലൽ, അപ്പൊ R/2. R/2 ഈ വെട്ടി കളഞ്ഞിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2R പ്ലസ് R ഈസ് ഈക്വൽ ടു R പ്ലസ് 2R എന്ന് വന്നു. ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും 2R മൈനസ് R ഈസ് ഈക്വൽ ടു R എന്ന് എഴുതാം. R ഈസ് ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് യു സീ ഹിയർ. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആണെങ്കിൽ എന്താണ്, സീരീസ് കോമ്പിനേഷൻ ചെയ്താലും പാരലൽ കോമ്പിനേഷൻ ചെയ്താലും യു വിൽ ഗെറ്റ് ദ സെയിം കറന്റ്. ഓക്കെ, therefore R is equal to R which is equal to 2 ohm. Therefore your answer is 2 ohm. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, എ പേഴ്സൺ ക്യാൻ ത്രോ എ ബോൾ അപ് ടു എ മാക്സിമം റേഞ്ച് ഓഫ് 100 മീറ്റർ. ഹൗ ഹൈ എബോവ് ദ ഗ്രൗണ്ട് ക്യാൻ ഹി ത്രോ ദ ബോൾ? മാക്സിമം റേഞ്ച് 100 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് R മാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ആംഗിളായിരിക്കും വരുന്നിട്ടുള്ള 45ലായിരിക്കും. R45 അതെത്രയാ? U സ്ക്വയർ സൈൻ 2θ ബൈ G എന്നാ. 2θ 90 ആയതുകൊണ്ട് സൈൻ 2θ 90 ആയതുകൊണ്ട് ഞാൻ U സ്ക്വയർ ബൈ G എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അതെത്രാന്ന് വേണ്ടിയിട്ടുണ്ട്? ഗിവൺ 100. ഇനി അതേ ബോൾ എടുത്തിട്ട് മാക്സിമം ഹൈറ്റ് കിട്ടാൻ വേണ്ടി എങ്ങനെ എറിയണം? 90 ആംഗിളിൽ എറിയണം അല്ലേ? അപ്പൊ H മാക്സിമം കിട്ടണമെങ്കിൽ 45ൽ എഴുതിയാൽ പോരാ, 90 വിത്ത് ഹൊറിസോണ്ടൽ എറിയണം. അപ്പൊ H 90 ആവുമ്പോൾ നമുക്ക് U സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ G. അപ്പൊ തീറ്റ 90 അല്ലേ? അപ്പൊ U സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്ന് പറഞ്ഞാൽ എത്രയാ? 100 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 50 എന്ന് പറഞ്ഞാൽ മാക്സിമം ദൂരത്തേക്ക് 100 മീറ്റർ എറിയാൻ പറ്റുമെങ്കിൽ അതേ ബോൾ എടുത്തിട്ട് മുകളിലോട്ട് എറിയുകയാണെങ്കിൽ 50 മീറ്ററേ പോവുകയുള്ളൂ. ഓക്കെ, therefore your answer is 50. Okay, thank you for watching the video. See you later.